ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാമില് പടച്ചോനെ സംബന്ധിച്ചിട്ട് എന്ത് പറഞ്ഞാലും വല്ലാതെ പ്രകോപിതരാകില്ല മുസ്ലിം തീവ്രവാദികൾ. പക്ഷേ പ്രവാചകനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ വളരെ പെട്ടെന്ന് പ്രകോപിതരാകും. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ സ്ഥാനത്തിനും മേലെയാണ് അവരുടെ കോൺസെപ്റ്റിൽ മുഹമ്മദ് നബിയുടെ സ്ഥാനം. ആ മുഹമ്മദ് നബി ഇവരുടെ മനസ്സുകളിൽ ആരാധിക്കപ്പെടുന്ന ഒരു ചില്ലു വിഗ്രഹമാണ്. അതിനെങ്ങാനും ഒരു പോറലേറ്റാൽ, ഒരു മങ്ങലേറ്റാൽ അവരത് സഹിക്കില്ല, ക്ഷമിക്കില്ല. ഏത് കാലമായിരുന്നാലും ശരി അവരുടെ മനസ്സിലുണ്ടാകും. പിന്നെ മുഹമ്മദ് എന്ന ചോദ്യ പേപ്പറിൽ എഴുതിയതിന്റെ പേരിൽ മാത്രമാണ് ജോസഫ് മാഷിന് ഒരുപാട് സഹിക്കേണ്ടി വന്നത്. കൈയും കാലും നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായത്. ഇതൊക്കെ നമുക്കറിയുന്ന വസ്തുതകളാണ്. പ്രവാചകനെ നിന്ദിച്ചാൽ അവരുടെ തലയെടുത്ത് ഫുട്ബോൾ തട്ടുന്നത് പോലെ തട്ടണം എന്ന് ഈ കേരളത്തിലെ യുവാക്കളുടെ മനസ്സുകളിലേക്ക് തീവ്രവാദ ചിന്താഗതിക്ക് വിത്തിട്ടത്, നാമ്പ് ഇട്ടത് ഒരു പക്ഷേ അബ്ദുൽ നാസർ മദനിയായിരിക്കും. ആ രൂപത്തിൽ അഗ്രസീവായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളെല്ലാം തന്നെ. ഇതിനെ ആരെങ്കിലും അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചാൽ അവരെ ഒറ്റപ്പെടുത്തും, അവരെ മുസ്ലിം വിരോധിയായി പ്രഖ്യാപിക്കും. പക്ഷെ ഇന്ന് കാലമേറെ പുരോഗമിച്ചു. പഴയതുപോലെ ആ ഇരവാദവും മുസ്ലിം വേട്ടയെന്നൊന്നും പറഞ്ഞ് തലയ്ക്കകത്ത് ആളുതാമസമുള്ള ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് പോകാൻ പറ്റില്ല. അധ്വാനിച്ച് ജീവിക്കാൻ താല്പര്യമില്ലാത്ത ചില ആളുകൾ പണമുണ്ടാക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഇപ്പൊ യൂട്യൂബ് എല്ലാവരും തുടങ്ങിയിരിക്കുന്നത് മോക്ഷത്തിന് വേണ്ടിയല്ല. എല്ലാവർക്കും വേണ്ടത് പണം തന്നെയാണ്. പക്ഷേ പണം ഉണ്ടാക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. അതില് ഓരോ മനുഷ്യന്റെയും മാനസിക ബലം പോലെ അവന്റെ കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായി ഏത് രീതിയാണ് അവൻ പണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് എന്നത് അവന്റെ മാത്രം വിവേചനാധികാരമാണ്. അതിനനുസരിച്ച് അവൻ മുന്നോട്ട് പോകുകയും ചെയ്യും. പക്ഷേ പണത്തിനു വേണ്ടി അല്ലാതെ, ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയ്ക്ക് വേണ്ടി, ഈ രാജ്യത്തിൽ ഒരു ഇസ്ലാമിക രാജ്യത്തിന്റെ കൊടി നാട്ടാതിരിക്കുന്നതിന് വേണ്ടി, അത് പാറിക്കളിക്കാതിരിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന കുറച്ചാളുകളെങ്കിലും നമ്മുടെ രാജ്യത്തുണ്ട്. ഇവിടെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റും എന്ന് പറഞ്ഞ് ചാലഞ്ച് ചെയ്തതാരാ? ഈ ഇന്ത്യയുടെ ഭരണം പിടിക്കുമെന്ന് പറഞ്ഞതാരാ? 2037 കേരളം പിടിക്കുമെന്ന് പറഞ്ഞതാരാ? ഈ അപകടകരമായ പ്രസ്താവനകൾ കൊണ്ടാണ് നമ്മൾ ഇവരുടെ ഈ ഭീകരത തുറന്നു കാണിക്കാൻ നിർബന്ധിതരായിട്ടുള്ളത്. 2027 എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് മുസ്ലിം പുരോഹിതർ രംഗത്ത് വന്നിട്ടുണ്ട്. നമ്മൾ 26% ഈ കേരളത്തിൽ മുസ്ലിങ്ങൾ. അതുകൊണ്ട് നമുക്ക് ഏതാണ്ട് കേരളം പിടിക്കാനുള്ള സമയമായിട്ടുണ്ട്, നമ്മൾ ഇനി മടങ്ങിയിരിക്കേണ്ടവരല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം അഫ്സൽ കാസിമി ഓരോ മുസ്ലിങ്ങളും വെറുതെ ഇരിക്കേണ്ടവരല്ലെന്നും സംഘപരിവാരങ്ങളോട് യുദ്ധം ചെയ്ത് ഒന്നുകിൽ മരണം ഏറ്റുവാങ്ങുകയോ അതല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുകയോ ചെയ്യേണ്ടവരാണ് എന്ന് പബ്ലിക്കായിട്ട് ആഹ്വാനം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. പോപ്പുലർ ഫ്രണ്ടിന്റെ ജനമഹാസമ്മേളനത്തിൽ അദ്ദേഹം ഇമാം കൗൺസിലിന്റെ ആളാണ്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത്, പ്രവാചകനോട് ഒരാൾ വന്നു, പ്രവാചകനെ അയാള് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. എന്നിട്ട് മുഖത്തിന് നേരെ ആയുധം ഉയർത്തിക്കൊണ്ട് അയാൾ ചോദിച്ചു, മുഹമ്മദേ, നിന്നെ എൻ്റെ ഇതിൽ നിന്ന് ആര് രക്ഷപ്പെടുത്തും? എൻ്റെ ആയുധത്തിൽ നിന്ന് ആര് രക്ഷപ്പെടുത്തും? അപ്പോൾ അതെന്നെ എൻ്റെ അള്ളാഹു രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞ മുഹമ്മദ് അയാളുടെ കയ്യിൽ നിന്നും ആയുധം തിരിച്ചു വാങ്ങി മുഹമ്മദിനെ ആക്രമിച്ച ആളുടെ മുഖത്തിന് നേരെ തിരിച്ചിട്ട്, ഇതിൽ നിന്ന് നിന്നെ ആര് രക്ഷപ്പെടുത്തും എന്ന് ചോദിക്കുന്ന ആ ഒരു ചരിത്ര രംഗം പറഞ്ഞിട്ടാണ് മുസ്ലിങ്ങളെ വൈകാരികമായി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. അങ്ങനെ അപ്പോ പ്രവാചകൻ എന്തായിരുന്നു എന്ന് അഫ്സൽ കാസിമിയുടെ ആ ഒരു പ്രഭാഷണത്തിലൂടെ വ്യക്തമാണ്. ഈ ഇസ്ലാം എന്താണ് എന്ന് ഇവരുടെ കൃത്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമാണ്. എന്നാൽ എന്താണ് അഫ്സൽ കാസിമിയെ സംബന്ധിച്ചിട്ട്, പ്രവാചക നിന്ദയെ സംബന്ധിച്ചിട്ട് മറ്റുള്ളവരുടെ അഭിപ്രായം എന്നുകൂടി നമ്മൾ ഈ സാഹചര്യത്തിൽ ഒന്ന് അറിയേണ്ടതുണ്ട്. മുഹമ്മദ് എന്ന് എഴുതിയതിന്റെ പേരിൽ കയ്യും കാലും നഷ്ടപ്പെട്ട ജോസഫ് മാഷ് ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ, ഇവിടെ ജനാധിപത്യ സ്വാതന്ത്ര്യവും നമുക്ക് ഈ രാജ്യം നൽകുന്ന അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഉപയോഗിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ പോലും പുറത്തു പറയാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ നമ്മുടെ വായയ്ക്ക് പൂട്ടിടുകയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മേൽ മതാധിപത്യം സ്ഥാപിക്കുകയും ചെയ്താൽ നമ്മൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും, സംശയമില്ല.
ലോകമെമ്പാടും ഭയപ്പെടുത്തുന്ന ഒരു വാക്കാണ്. അതിനെ ഭാഷയോ ദേശമോ, നമസ്കാരം, പ്രവാചക നിന്ദ ലോകമെമ്പാടും ഭയപ്പെടുത്തുന്ന ഒരു വാക്കാണ്. അതിനെ ഭാഷയോ ദേശമോ നിറമോ മതമോ ഒന്നുമില്ല. ലോകത്ത് ഏത് രാജ്യത്താണെങ്കിലും പ്രവാചകൻ നിന്ദിക്കപ്പെട്ടാൽ ശിക്ഷ മരണമാണ്. ശിക്ഷിക്കുന്നത് സർക്കാരാവണമെന്നില്ല, ഏത് വ്യക്തിക്കാവാം. ഇസ്ലാമിക ഭരണകൂടങ്ങളിൽ നമുക്കറിയാം, ദി സാത്താനിക് വേഴ്സസ് എന്ന പുസ്തകം എഴുതിയതാരാ? സൽമാൻ റുഷ്ദിയാണ്. ഖുർആനിനകത്തുള്ളത് പ്രവാചകന്റെ വചനം മാത്രമല്ല, അള്ളാഹുവിന്റെ വചനങ്ങൾ മാത്രമല്ല, പിശാജിന്റെ വചനങ്ങളും ഉണ്ട് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത വ്യക്തിയാണ് സൽമാൻ റുഷ്ദി. അതിന്റെ പേരിൽ 30 വർഷങ്ങൾക്ക് മുമ്പ് കൊമേനി പ്രഖ്യാപിച്ചതാണ് സൽമാൻ റുഷ്ദിയുടെ തലയെടുക്കുന്നവർക്ക് ഇത്ര ഇനാം. എന്തുകൊണ്ടാണ്? മതത്തെ നിന്ദിച്ചു, ഖുർആനിനെ നിന്ദിച്ചു, പ്രവാചകനെ നിന്ദിച്ചു. അപ്പോ ഒരു ഇസ്ലാമിക ഭരണകൂടം ചെയ്യണമെന്നില്ല ആ കൃത്യം. ഒരു വ്യക്തിക്ക് ചെയ്യാം, ഒരു സംഘടനയ്ക്ക് ചെയ്യാം, ഒരു ഭരണകൂടത്തിന് ചെയ്യാം. അതല്ല ഇൻഡിവിജ്വൽ ആയിട്ട് ആരെങ്കിലും തീരുമാനിച്ചാൽ ഒരു കുഴപ്പവുമില്ല. ഓക്കെ, സർക്കാർ തന്നെ ശിക്ഷിക്കും. പാകിസ്ഥാനിലാണെങ്കിലും ഇറാനിലാണെങ്കിലും സൗദി അറേബ്യയിലാണെങ്കിലും എന്തിനേറെ UAE-യിലാണെങ്കിൽ പോലും പ്രവാചക നിന്ദ നടത്തിയാൽ വധശിക്ഷയാണ് വിധിക്കപ്പെടുന്നത്. പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ, ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പ്രവാചക നിന്ദ എന്ന കള്ള ആരോപണത്തിന്റെ പുറത്ത് ചിലരെങ്കിലും വധശിക്ഷയ്ക്ക് വിധിക്കാറുണ്ട്. ഇനി സർക്കാരും ഭരണകൂടവും അങ്ങനെ ചെയ്യുന്നില്ല എന്ന് കരുതുക. ആൾക്കൂട്ട നീതി പലപ്പോഴും ഇത്തരക്കാരുടെ ജീവൻ എടുക്കും. പാകിസ്ഥാനിലും സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലും നൈജീരിയയിലുമൊക്കെ ഇങ്ങനെ മറ്റു മതത്തിൽപ്പെട്ടവരെ നിഷ്ഠൂരമായി ആൾക്കൂട്ടം കത്തിച്ചു കൊന്നിട്ടുണ്ട്. ഫ്രാൻസിലും നെതർലൻഡ്സിലും ഒക്കെ. അതായത് ഒരാളോട് ഇവർക്കൊരു വൈരാഗ്യം തോന്നുന്നു എന്ന് വിചാരിക്കുക. ഇവർക്ക് എന്തെങ്കിലും രൂപത്തിൽ ഒരു അസ്വാരസ്യം, അവരുമായിട്ട് എന്തെങ്കിലും ഒരു ക്ലാഷ് ഉണ്ടാകും. ഉടനെ തന്നെ ആരോപിക്കപ്പെടുന്നത് പ്രവാചക നിന്ന, മത നിന്ന, ഖുർആൻ നിന്ന, ഇത്തരം പദങ്ങളൊക്കെ വെച്ചിട്ടാണ്. പിന്നീട് അയാളോട് മറ്റുള്ളവർക്ക് പ്രതികാരമായി അയാളെ കൊല്ലാൻ ഇറങ്ങിത്തിരിക്കുക. അങ്ങനെ അനേകം അറേബ്യൻ രാജ്യങ്ങളിൽ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു നൈജീരിയൻ പെൺകുട്ടിയെ വിദ്യാർത്ഥികളെല്ലാം കൂടിയാണ് തീയിട്ട് കൊന്നത്. എന്തിന്? നബിയെ ഗ്രൂപ്പിൽ അപമാനിച്ചു എന്ന് പറഞ്ഞ കുട്ടി ഒന്നും പറഞ്ഞിട്ടില്ല. പ്രവാചക നിന്ദയുടെ പേര് പറഞ്ഞ് പത്രം ഓഫീസുകൾ പോലും ആക്രമിക്കപ്പെടുകയും നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നൂപുർ ശർമ്മ എന്ന BJP നേതാവ് എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. അവരുടെ പാർട്ടിക്ക് പോലും പ്രവാചക നിന്ദയുടെ പേരിൽ അവരെ സംരക്ഷിക്കാൻ സാധിച്ചില്ല. അത്രയേറെ ഗൗരവമുള്ള വിഷയമാണ് പ്രവാചക നിന്ദ. ഈ പ്രവാചക നിന്ദ പ്രവാചകന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നത്, പരിഹസിക്കുന്നത് മാത്രമല്ല, പ്രവാചകനെ കുറിച്ച് വ്യാഖ്യാനിക്കുന്നത് പോലുമാണ്. നൂപൂർ ശർമ്മയ്ക്ക് പറ്റിയത് അതാണ്, പ്രവാചകനെ കുറിച്ചുള്ള ഒരു വ്യാഖ്യാനം. അത് ഇസ്ലാമിക പഠനത്തിന് അല്ല, വ്യാഖ്യാനമല്ല. അതായത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ളതാ. നൂപൂർ ശർമ്മ അവരുടെ കയ്യിൽ നിന്നും ഒന്നും എടുത്തിട്ടില്ല. ആയിഷ റിപ്പോർട്ട് ചെയ്യുന്ന, നേരിട്ട് തന്നെ ബുഖാരിയിൽ ആയിഷയുടെ പേരിലുള്ള റിപ്പോർട്ടിലുള്ള ഹദീസാണത്. 6 വയസ്സ് ഉണ്ടായിരുന്ന സമയത്താണ് മുഹമ്മദിനെ വിവാഹം കഴിച്ചത്. 9ാമത്തെ വയസ്സ് ഉള്ള സമയത്ത് ഞങ്ങൾ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതൊക്കെ ആയിഷ പറയുന്ന ഹദീസിലുള്ളതാണ്. അതുപോലെ ഭൂമി പരന്നതാണ് എന്ന് ഖുർആൻ പറഞ്ഞതാണ്. ബുറാക്കിൽ കയറി പ്രവാചകൻ സൂര്യനും ചന്ദ്രനും സ്വർഗവും നരകവും ഒക്കെ കണ്ടു. ഇതൊക്കെ ഖുർആനിലുള്ളതാണ്. അതിന്റെ പേരിൽ ഒരു അധ്യായം തന്നെയുണ്ട്, ഇസ്രാ 16 ചേരുന്നതല്ല. അതുകൊണ്ട് തന്നെ ചാനൽ ഡിബേറ്റിൽ അവർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവർ അനുഭവിച്ച യാതന ചില്ലറയൊന്നുമല്ല. അങ്ങനെയെങ്കിൽ അതേ കുറ്റം ചെയ്ത പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവ്, പോപ്പുലർ ഫ്രണ്ടിന്റെ ജനമഹാസമ്മേളനത്തിന്റെ സംഘാടകരും കുറ്റക്കാരല്ലേ? അവരുടെയും കഴുത്തറുക്കേണ്ടേ? അവർക്കെതിരെയും കേസെടുക്കേണ്ടേ? ഈ ചോദ്യം ചോദിക്കുന്നത് ഞാനല്ല, നേരെ മറിച്ച് സമസ്തയടക്കമുള്ള കേരളത്തിലെ അംഗീകൃത പ്രസ്ഥാനങ്ങളുടെ ഇസ്ലാമിക പണ്ഡിതരും പൊതുപ്രവർത്തകരുമാണ്. വിവാദത്തിന്റെ കാരണം കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ ജനമഹാസമ്മേളനത്തിലെ ഒരു പ്രസംഗമാണ്. പ്രവാചകനെ കുറിച്ച് ഖുറാനിൽ ഇല്ലാത്ത വിധത്തിലുള്ള വ്യാഖ്യാനം ഒരാൾ പ്രസംഗിക്കുന്നു. ആ പ്രസംഗം ഖുറാനെ കുറിച്ചോ ഹദീസുകളെ കുറിച്ചോ അറിവില്ലാത്തവരുടെ തെറ്റായ വ്യാഖ്യാനമാണ് എന്ന് പണ്ഡിതർ പറയുന്നു. ഈ വ്യാഖ്യാനം അനുസരിച്ച്, ഈ പ്രസംഗം അനുസരിച്ച് RSSകാരെ കത്തിയുമായി ആയുധവുമായി നേരിടാൻ ഒരു ഇസ്ലാമിന് ചുമതലയുണ്ട് എന്ന തരത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഇത് രാജ്യത്തിന്റെ മതേതരത്വത്തിനെതിരാണ്, ഇസ്ലാമിക പഠനത്തിനെതിരാണ്. ഈ രണ്ടു ഭാഗവും ഉയർത്തിക്കൊണ്ടുവരുന്നത് RSSകാരല്ല, നേരെ മറിച്ച്
ഇസ്ലാമിക പണ്ഡിത സമൂഹമാണ്. അഫ്സൽ ഖാസിമി എന്ന പേരുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ പണ്ഡിതൻ എങ്ങനെയാണ് ഖുറാനെയും ഹദീസിനെയും വിദ്വേഷാത്മകമായി നിർവചിച്ചത് എന്നത് ആദ്യം കേൾക്കുക. തെരുവിൽ കിടന്ന് തല്ലുകൊണ്ടിട്ട് ഇത് ഞങ്ങളുടെ സംയമനമാണെന്ന് പറയാനല്ല, മറിച്ച് ഞങ്ങളുടെ നേരെ കൈയൂങ്ങിയാൽ അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾ പ്രാപ്തരാണെന്ന് പറയാനുള്ള ഒരു ധൈര്യമാണ് ഈ സമൂഹം ഈ കാലഘട്ടത്തിൽ പ്രകടിപ്പിക്കേണ്ടുന്നത്. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ ഉടവാളും മോഷ്ടിച്ചെടുത്ത് അവിടുത്തെ കഴുത്തിന് നേരെ ചൂണ്ടിപ്പിടിച്ചിട്ട് മുഹമ്മദേ മയ്യംനഉക മിന്നി, ഇന്ന് എന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ ആരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതേ അക്രമിയുടെ കയ്യിൽ നിന്നും വാള് തിരിച്ചു പിടിച്ചു വാങ്ങി അവന്റെ കഴുത്തിലേക്ക് വെച്ച്, എടാ ഇനി എന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ ആരുണ്ട് എന്ന് ചോദിച്ച മുത്തൊളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് ഞാനും നിങ്ങളും എന്നുള്ള ഓർമ്മയാണ് എല്ലാ കാലവും ഉണ്ടാകേണ്ടുന്നത്. എന്നാൽ ഇങ്ങനെയല്ല ഇസ്ലാമിക പണ്ഡിതന്മാർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ഇതിനു മുൻപ് തന്നെ അറിയപ്പെടുന്ന ഇസ്ലാമിക പണ്ഡിതനായ റഹ്മത്തുള്ള ഖാസിമി ഇതേക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. നമ്മുടെ നേതാവ് നോക്കണം, ഇവർക്കെന്തും പറയാം, പക്ഷേ ഇവരെ വിമർശിക്കാൻ പാടില്ല. സംഘപരിവാരങ്ങളുടെ പിന്നാലെ ആയുധവുമായി പോകണം, അവരെ ഓരോരുത്തരെയായി വകവരുത്തണം. ഇവര് പഠിപ്പിക്കുന്നത് എത്ര അപകടകരമായിട്ടുള്ള ആശയമാണെന്ന് നോക്കാം. മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ യുവാക്കളുടെ തലച്ചോറിലേക്ക് ഈ തീവ്രവാദ ആശയവും ഈ ഭീകരവാദ ആശയവും ഇട്ടുകൊടുത്ത് നമ്മുടെ രാജ്യത്തെ കുരുതിക്കളമാക്കാൻ ശ്രമിക്കുന്നത് ആരാണ് എന്ന് നോക്കിയാൽ മതി. ഇവരെ എത്രയോ നേരത്തെ തന്നെ നിരോധിക്കേണ്ടുന്ന സംഘടനയായിരുന്നു. ഇവരുടെ രാഷ്ട്രീയ സംഘടന ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നു. അവർക്ക് വളരെ നല്ല രൂപത്തിൽ ഇവിടെ പ്രവർത്തിക്കാനും സാധിക്കുന്നു. അതിനൊക്കെ ഉടനെ തന്നെ പര്യവസാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. നന്ദി.